മഹാസാഗരങ്ങൾ നിർമ്മിച്ചവൻ, സർവ ലോകത്തിലും അനശ്വര യശസ് സമ്പാദിച്ച ഭഗീരഥൻ തുടങ്ങിയ നരേന്ദ്രന്മാർ ഇക്ഷ്വാകു വംശത്തിൽ ജാതരായവർ ആകുന്നു. ആ വംശത്തിൽ ജനിച്ച മഹാത്മാവിൻ്റെ ശ്രേഷ്ഠമായ ആഖ്യാനമാകുന്നു സുപ്രസിദ്ധമായ രാമായണം. ധർമ്മം, അർത്ഥം, കാമം എന്നീ പുരുഷാർത്ഥങ്ങളെ വിശദമാക്കുന്ന ഇത് കേൾക്കേണ്ട ഒന്നാകുന്നു. സരയൂ നദി കൊണ്ട് നീലക്കര ചാർത്തിയ കോസല രാജ്യത്തിൽ ഐശ്വര്യസമൃദ്ധമായ ലോകപ്രശസ്തി ആർജിച്ച അയോധ്യ നഗരവും ഉണ്ടാകുന്നു. ഈ നഗരത്തെ മനു മഹാരാജാവ് നിർമ്മിച്ചു. 12 യോജന നീളവും 3 യോജന വീതിയുമുള്ള ഈ പട്ടണം അവിടെ രാജപാതകൾ പ്രതിദിനം നിർമ്മലമാക്കി വെള്ളം തെളിച്ച് പൂവിതളുകൾ വിതറിക്കൊണ്ട് അത് പതിവായി കിടന്നു. ദേവേന്ദ്രന്റെ സ്വർഗത്തെ എന്ന പോലെ മഹാരാജാവ് ദശരഥൻ ഈ വലിയ രാജ്യത്തെ നല്ലതുപോലെ ഭരിച്ചു. കാമനത്തോടു കൂടിയ വാതിലുകൾ, വീതി വിസ്താരമുള്ള രാജവീതികൾ, ആഭരണങ്ങൾ, എല്ലാ വിധത്തിലുമുള്ള ആയുധങ്ങൾ, എല്ലാ തരത്തിലുള്ള ശില്പകലകൾ, അതിൽ വിദഗ്ധന്മാർ, അങ്ങനെ അതുല്യ ശ്രീയോടുകൂടി അയോധ്യ നഗരി വാണു. സൂതന്മാർ, മാഗന്ധന്മാർ എന്നിവർ തിങ്ങി സമൃദ്ധമായി താമസിച്ചു. യുദ്ധവിശേഷം നിറഞ്ഞതും വാനുരുമന കൊടിമരങ്ങളോട് കൂടിയതുമായ വലിയ വലിയ രാജധാനികൾ ശത്രുക്കൾക്ക് പ്രവേശിക്കാൻ സാധിക്കാത്ത ആഴത്തോടു കൂടി കിടക്കുന്നു. ഉത്തമ സ്ത്രീരത്നങ്ങൾ അവിടെയുള്ളത്. നാട്യസംഘക്കാർ ധാരാളമായി ഉണ്ടാകുന്നു. ചുറ്റുമതിലുകളുള്ള മനോഹരമായ ഉദ്യാനങ്ങൾ ഓരോ ഇടത്തായി കാണുവാൻ സാധിക്കുന്നു. കുതിര, ആന, കാള, ഒട്ടകം തുടങ്ങിയ മൃഗങ്ങൾ സുലഭം. സാമന്ത രാജാക്കന്മാർ, അന്യരാജ്യങ്ങളിൽ നിന്നെത്തിയ കച്ചവട പ്രമുഖർ എന്നിവരുടെ തിരക്ക് ധാരാളമായി കാണുവാൻ സാധിക്കുന്നു. രത്നഗ്രഹങ്ങൾ, സദ്ഗുണസമ്പന്നരായ സ്ത്രീകൾ, ഉത്തമ പുരുഷന്മാർ, ഇങ്ങനെ എല്ലാം കൊണ്ടും അമരാവതിക്ക് തുല്യമായി അയോധ്യ വിളങ്ങി. ഭേരീമൃദംഗ നാദത്തോടു കൂടി ഉയരുന്ന വീണാവേണുഗാനം മധുരമായി ഉയരുന്നു. തപസിദ്ധിയാർന്നവരുടെ വിമാനം അയോധ്യപുരി കുബേരന്റെയും ഇന്ദ്രന്റെയും യമന്റെയും വരുണന്റെയും സാക്ഷാൽ സ്വയംഭുവായ ബ്രഹ്മദേവന്റെയും വാസസ്ഥലങ്ങളോടുകൂടി ഉപമിക്കാവുന്നത് ആകുന്നു. നിസ്സഹായൻ, ഭീരു തുടങ്ങിയവർ ഇവിടെ ഉണ്ടായിരുന്നില്ല. ശബ്ദവേദികളായ അസ്ത്രങ്ങളെ അനായാസമായി അയക്കുവാൻ സാധിക്കുന്ന അസംഖ്യം മഹാരഥന്മാർ അയോധ്യയിൽ ഉണ്ടായിരുന്നു. നരി, പന്നി, സിംഹങ്ങൾ തുടങ്ങിയ ക്രൂരമൃഗങ്ങൾ, അവയ്ക്കെല്ലാം എതിരെ മാത്രമായി ഇവിടെ അമ്പുകൾ പ്രയോഗിച്ചിരുന്നു. ഇങ്ങനെയുള്ള രണവിദഗ്ധരായ ആളുകൾ ഇവിടെ വസിച്ചിരുന്നു. നരേന്ദ്രന്മാരിൽ ഉത്തമരായ ദശരഥൻ അയോധ്യ രാജ്യത്തെ പരിരക്ഷിച്ചു. ഗുണസമ്പൂർണനും അഗ്നിതുല്യനുമായ ബ്രാഹ്മണവര്യന്മാർ വേദശാസ്ത്ര പാഠവം കൊണ്ട് സമ്പന്നർ ആയിരുന്നു. സത്യസന്ധന്മാരായ മഹാത്മാക്കൾ മഹർഷിമാരെ പോലെയുള്ളവർ ആയിരുന്നു. ഋഷിമാരും അനേകമുണ്ടായിരുന്നു അയോധ്യയിൽ. സർവ ശാസ്ത്ര പാരംഗതനും ദീർഘദർശിയും അതിതേജസ്വിയും പൗരജനങ്ങളുടെ പ്രിയനും മഹർഷി തുല്യനുമായ രാജഋഷിവര്യനും ഇക്ഷ്വാകു രാജവംശത്തിലെ മഹാരഥനും ധർമ്മകർമ്മങ്ങളിൽ സുസ്ഥിരനും അമിത ബലവാനും വിജിതേന്ദ്രിയനും ശത്രുക്കളെ മുഴുവൻ ജയിച്ചവനും ധനാർജനത്താൽ വൈശ്രവണന് തുല്യനും യശസ് കൊണ്ട് ദേവേന്ദ്രന് തുല്യനുമായ ദശരഥ മഹാരാജാവ് ലോകം മുഴുവൻ പരിപാലിച്ചു പോരുന്ന മനുവിനെ പോലെ സ്വതേജസ് കൊണ്ട് പാരിടം മുഴുവൻ പരിരക്ഷിച്ചു. സത്യസന്ധനായ നരേന്ദ്രൻ അയോധ്യ രാജ്യത്തിലെ ദേവേന്ദ്രൻ ത്രിവർഗാനുസാരിയായി ഭരിച്ചു. ആ ശ്രേഷ്ഠ നഗരിയിൽ ധർമാത്മാക്കളും വേദ വിജ്ഞാനന്മാരും സത്യവാദികളുമായ പ്രജകൾ അതിസന്തുഷ്ടരായി ജീവിച്ചു. അല്പം പോലും ലോഭമില്ലാത്തവരായി സസുഖം നാട്ടുകാർ മുഴുവൻ വാണു. സത്യം, ധർമ്മം, ദയ, ഈശ്വരവിശ്വാസം, രാജഭക്തി, സദാചാരം തുടങ്ങിയ സർവഗുണങ്ങളും ഒത്തുചേർന്നവർ. അല്പസുഖത്തിൽ ജീവിക്കുന്നവരില്ല, മൃഷ്ടാനം കഴിക്കാത്തവരില്ല. വിദ്യാസമ്പന്നരായ പ്രജകളാകുന്നു ഏവരും. അധർമ്മികളോ അനാചാര പ്രവർത്തികളോ ചെയ്യുന്നവർ ആയിരുന്നില്ല.
കൂടാതെ മാമുനികളെ പോലെ തന്നെ അമലഹൃദയരും ആകുന്നു. സമുചിതങ്ങളായ കുണ്ടലം, കടകം തുടങ്ങിയ ശ്രേഷ്ഠമായ ആഭരണങ്ങൾ ധരിച്ചവരാകുന്നു ഏവരും. പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ തന്നെ സൽസ്വഭാവികൾ ആയിരുന്നു. ഹിതാഹാരങ്ങൾ മുഷ്ടമായി ഭുജിക്കുന്ന അവർ ദാനതൽപരരും ആയിരുന്നു. ഉത്തമമായ വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് സുഗന്ധമായ പ്രജകൾ ലൗകികമായ സുഖങ്ങൾ അനുഭവിച്ച് ജീവിച്ചു. എന്നാൽ അവർ കാമികൾ ആയിരുന്നില്ല. ആത്മചൈതന്യം ഏവരിലും പ്രകാശിച്ചു. സ്വകർമ്മത്തിൽ നിരതരായിരുന്നു അവർ. ക്രൂരന്മാരോ ആരും തന്നെ ഒരിടത്തും ഉണ്ടായിരുന്നില്ല. ഇന്ദ്രിയ നിഗ്രഹം, ദാനം ചെയ്യുവാനുള്ള താല്പര്യം എന്നിവ ഒത്തുചേർന്ന ബ്രാഹ്മണന്മാർ യജ്ഞപ്രിയന്മാരും പ്രതിഗ്രഹം വാങ്ങുന്നവരിൽ വിമുഖരും ആയിരുന്നു. അസത്യം പറയുന്നവനോ, ഈശ്വരവിശ്വാസം ഇല്ലാത്തവനോ, അസൂയാദി ഗുണങ്ങൾ ഉള്ളവനോ, ബലഹീനനോ, വിജ്ഞാനമില്ലാത്തവനോ മഹാരാജൻ ദശരഥന്റെ പരിപാവന കാലത്ത് അവിസ്തൃതമായ ഒരിടത്തും തന്നെ ഉണ്ടായിരുന്നില്ല. സൗന്ദര്യമില്ലാത്ത സ്ത്രീകളോ പുരുഷന്മാരോ ഉണ്ടായിരുന്നില്ല. രോഗങ്ങളെ നാടുകടത്തിയിരുന്നു അവിടുന്ന്. അതൃപ്തി കൊണ്ടോ മറ്റോ ദുഃഖം ഒരുവന്റെ ഹൃദയത്തിലും ബാധിച്ചിരുന്നില്ല. രാജഭക്തന്മാരായി അയോധ്യ നിവാസികൾ കാണപ്പെട്ടു. ദേവാദി പൂജകളിൽ അതീവ തൽപരരായിരുന്നു അയോധ്യ നിവാസികൾ. വർണ്ണാശ്രമങ്ങളിൽ നിഷ്ഠരായിരുന്നു അവർ. പുത്രപൗത്രാദികൾ ഒന്നിച്ച് സസുഖം വസിക്കുന്ന സ്ത്രീ പുരുഷന്മാർ സ്ത്രീശോഭ ആർന്നവരായിരുന്നു. അതിസൗന്ദര്യമുള്ളവർ ആയിരുന്നു. ഏവർക്കും ദീർഘായുസ് ഉള്ളവരായിരുന്നു. ബാലമരണം തുടങ്ങിയ അനിഷ്ടങ്ങൾ ഒന്നും തന്നെ അയോധ്യ രാജ്യത്ത് ഉണ്ടായിരുന്നില്ല. ബ്രാഹ്മണരെ അനുസരിച്ച് ക്ഷത്രിയന്മാരും അവരെ അനുഗമിക്കുന്ന വൈശ്യന്മാരും ഈ 3 വർണ്ണങ്ങളെയും പരിചരിക്കുന്ന ശൂദ്രന്മാരും മനുരാജാവിന്റെ രാജ്യത്ത് ജീവിച്ചു. ആയോധനപടുകളായ ഭടന്മാർ അഗ്നിസദൃശ്യർ ആയിരുന്നു. ഉഗ്രസിംഹങ്ങൾ അധിവസിക്കുന്ന ഗുഹ പോലെ സമ്പൂർണ്ണ വീര്യമായ വിശാലമായ ഭവനങ്ങളായിരുന്നു അയോധ്യ നിവാസികളുടേത്. സിന്ധു, കാംബോജം മുതലായ തമ തുരങ്കങ്ങൾ ഹിമവാൻ, വിന്ധ്യൻ തുടങ്ങിയ ഗിരിവരന്മാരിലും ഐരാവത കുലജാതങ്ങളെ പോലെ ശ്രേഷ്ഠന്മാരായ മാതംഗങ്ങൾ എന്നിവ ആ ദശരഥന്റെ രാജ്യസൈന്യത്തിൽ ഉണ്ടായിരുന്നു. പർവ്വതതുല്യമായ മത്തമാതംഗങ്ങൾ ചിലത് മഹാപത്മം തുടങ്ങിയ ദിഗജവർണ്ണത്തിൽ പെടുന്നു. ശത്രുജേതാവായ ആ രാജഋഷി ദശരഥൻ ചന്ദ്രൻ നക്ഷത്രങ്ങളെ എന്ന പോലെ പ്രജകളെ സംരക്ഷിച്ചു. ദൃഢമായ മതിലുകളും കിടങ്ങുകളും ഒത്തുചേർന്ന് വിചിത്രമായ മണിമന്ദിരങ്ങൾ പ്രശോഭിച്ചു. നൃപാല സഹസ്രങ്ങളാൽ സങ്കലവുമായ അയോധ്യാപുരിയിലെ വിസ്തൃതമായതും മംഗളമേകുന്നതുമായ അരമനകൾ അവിടെ ദശരഥ ചക്രവർത്തി ദേവതുല്യനായി പ്രശോഭിച്ചു. അവർണ്ണീയനായ വിധത്തിൽ അദ്ദേഹത്തെ പരിപാലിച്ചു. ഇത്രയും മോഹനസുന്ദരമായ ദേവലോകതുല്യമായ ഒരു പുരമായിരുന്നു അയോധ്യ.